ഇത് കംപ്ലീറ്റ് വണ്ടികളും റോഡിലാണ് ഇട്ടേക്കണത്. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കും. നടപടി എടുക്കേണ്ട ആരെങ്കിലും ഇത്, കാരണം ഇത് മണിക്കൂറായി ഞാനിവിടെ റോട്ടിൽ കിടക്കുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് അങ്കമാലിക്ക് പോകാനുള്ളതാണ്. എല്ലാ വണ്ടികളും ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ മെയിൻ റോഡിലാണ് വണ്ടികൾ കിടക്കുന്നത്. സർവീസ് റോഡിൽ നിർത്തുന്നത് മാത്രമല്ല, ഇപ്പൊ മെയിൻ റോഡിലാണ്. അതിന്റെ ഇപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒന്നും നിർത്താതെയാണ് ഈ കാണിക്കുന്ന അഭ്യാസങ്ങൾ. കണ്ട സർവീസ് റോഡിൽ കിടക്കണ പോലീസുകാരുടെ ഒത്താശയോടെയാണ് ഇപ്പുറത്ത്. നോക്കിയേ, ഇത്രയും നേരം ഇവിടെ നിർത്തിയ ബസ്സുകളെല്ലാം നിർത്തിയിട്ടത് യാത്രക്കാരെ കയറ്റാൻ. ഇപ്പൊ നോക്കിയേ, മെയിൻ റോഡിൽ നിർത്തിയൊക്കെ നോക്കിയേ, ആളുകൾ കയറാൻ നിൽക്കണ നോക്കിയേ. കണ്ട ആൾക്കാർ കയറാൻ നിൽക്കണ നോക്ക്. നടപടി എടുക്കേണ്ടതാരാ? ആരും മിണ്ടൂല, ആരും ചോദിക്കൂല എന്നുള്ള ഇവരുടെ ധാർഷ്ട്യം കൊണ്ടാണോ? അതോ കേരള പോലീസ് ഇവരുടെ കയ്യിൽ നിന്ന് മാമൂല് പഠിക്കണോണ്ടാണോ? എന്താണെങ്കിലും എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നടപടി വേണം. കണ്ടില്ലേ, വണ്ടികൾ കംപ്ലീറ്റ് റോഡിലാ. ടൂറിസ്റ്റ് ബസ് ആളെ കയറ്റാൻ കിടക്കണത് ഫ്രണ്ടില്. നോക്കിക്കോ, കിടക്കണോ, ആളെ കയറ്റാൻ കിടക്കണോ ഒക്കെ. അപ്പുറത്തൊരു ബസ് ബേ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് പോരാ. ആരും മിണ്ടൂല എന്നുള്ള ഇവരുടെ ധാർഷ്ട്യം കൊണ്ടാണെങ്കിൽ അത് വേണ്ട. നടപടി എടുക്കേണ്ടത് നടപടി എടുത്തേ പറ്റത്തുള്ളൂ. റോഡ് ആർക്കും എഴുതി കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്ന് നാളെ ഞാൻ അറിയട്ടെ. ഈ കിടന്ന മണിക്കൂറുകളുടെ സമയത്തിന് വിലയുണ്ടോ ഇല്ലോ എന്ന് ഞാൻ അറിയും. ഞാൻ ചോദിക്കും SHOക്ക്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബാക്കി എന്താ പണിന്ന് ഞാൻ അറിയട്ടെ. സംസ്ഥാന പാതയിലൊന്നുമല്ലല്ലോ, ദേശീയപാതയിലെ പാലത്തിന്റെ സർവീസ് റോഡിലാണ് കണ്ട അഭ്യാസം. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല പോലീസുകാർക്കത്. ആരും ചോദിക്കില്ല, ആരും മിണ്ടില്ല എന്നുള്ള ഇവരുടെ ധാർഷ്ട്യം കൊണ്ടാണ്. ഇവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതുകൊണ്ടാണെന്നേ. അല്ലെങ്കിൽ അവര് പറയട്ടെ. അവിടെ നിർത്തിയ ആളെ കയറ്റുന്ന എന്ത് മാനദണ്ഡ പ്രകാരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. അതറിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. പോലീസ് സ്റ്റേഷൻ. നമസ്കാരം. എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. ബോസ്കോ കളമശ്ശേരി. ഞാൻ വിളിച്ചത് ഈ ആലുവ പാലമില്ലേ, ഈ ആലുവ പാലത്തിന്റെ സർവീസ് റോഡിലിരുത്തി ആളെ കയറ്റുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ആലുവ പാലമില്ലേ, മാർക്കറ്റിന്റെ അവിടുത്തെ. അണ്ടർ പാസേജിന്റെ സൈഡിലെ സർവീസ് റോഡ് വന്ന് കയറുമല്ലോ, മെയിൻ സിഗ്നലിന്റെ അവിടെ. ആ സിഗ്നലിന്റെ അവിടെ ബസ്സുകൾ കംപ്ലീറ്റ് റോഡിൽ നിർത്തി യാത്രക്കാരെ കയറ്റുമ്പോ ഇവിടം തൊട്ട പാലത്തിന്റെ അങ്ങറ്റം വരെ ബ്ലോക്കാണ് സർവീസ് റോഡില്. പ്രൈവറ്റ് ബസ്സാണ് അതോ ടൂറിസ്റ്റ് ബസ്സുകളാണ്? ടൂറിസ്റ്റ് ബസ്സുകളാണ്. മെയിൻ റോഡിലും താഴത്തെ റോഡിലും കംപ്ലീറ്റ് ബ്ലോക്കാണല്ലോ. ഈ ലോങ് ബസ് പോണ ലോങ് ബസ് പോണത് ഇപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. എവിടെ, മറ്റേ നമ്മുടെ സീമാസിന്റെ സൈഡാണോ അതോ ഇപ്പുറത്തെ സൈഡോ? സീമാസ് കഴിഞ്ഞിട്ട് മെട്രോ സ്റ്റേഷന്റെ പാലം വരുന്നില്ലേ, ആ പാലം വരുന്ന അവിടെ. ഇത് കംപ്ലീറ്റ് വണ്ടികളും റോഡിലാണ് ഇട്ടേക്കണത്. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കും. നടപടി എടുക്കേണ്ട ആരെങ്കിലും ഇത്. ഞാൻ നോക്കാൻ പറയാട്ടോ. കാരണം ഇത് മണിക്കൂറായി ഞാനിവിടെ റോട്ടിൽ കിടക്കുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് അങ്കമാലിക്ക് പോകാനുള്ളതാണ്. എല്ലാ വണ്ടികളും ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ മെയിൻ റോഡിലാണ് വണ്ടികൾ കിടക്കണത്. സർവീസ് റോഡിൽ നിർത്തുന്നത് മാത്രമല്ല, ഇപ്പൊ മെയിൻ റോഡിലാണ്. അതിന്റെ ഇപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒന്നും നിർത്താതെയാണ് ഈ കാണിക്കുന്ന അഭ്യാസങ്ങൾ. ഞാൻ പെട്രോളിയം പാർട്ടിയോട് അറിയിക്കാം കേട്ടോ.
ഹലോ ഹലോ, സ്ഥലത്ത് പോലീസാണ്. പറഞ്ഞോ. എവിടെയാണ് ബ്ലോക്ക്? നമ്മുടെ പാലം ഇല്ലേ, മാർത്താണ്ഡവർമ്മ പാലം. മാർത്താണ്ഡവർമ്മ പാലത്തിന് മുൻപ് മാർക്കറ്റിന്റെ മേലിലുള്ള പാലം ഇല്ലേ, ആ, അതായത് മെട്രോ ഫ്ലൈ ഓവർ ആണോ? ഫ്ലൈ ഓവറിന്റെ സർവീസ് റോഡില്ലേ, ആ ഫ്ലൈ ഓവറിന്റെ സർവീസ് റോഡ് തീരുന്ന ഭാഗത്ത് യാത്രക്കാരെ കയറ്റാനായിട്ട് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടല്ലോ, നാഷണൽ മറ്റേ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓടണത് ഇപ്പോ. അത് ഈ പാലത്തിന്റെ കൺജസ്റ്റഡ് ഏരിയ കൊണ്ട് ആളെ കയറ്റുന്നത് ആണ് എന്റെ വിഷയം. താഴത്തെ സർവീസ് റോഡിലല്ലേ? താഴത്തെ സർവീസ് റോഡിലെ റോഡ് എന്റെ തീരുന്നില്ലേ, ആ പാലത്തുമ്പിലേക്ക് കയറാൻ പോണ ഭാഗത്തേക്ക്. അതെ, പാലത്തുമ്മ കയറാൻ പോകുന്നല്ലേ, പാലം ഇറങ്ങി ആ പാലം തീരുന്ന ആ ഭാഗത്ത്, പാലം തീരുന്ന ഭാഗത്ത് സർവീസ് റോഡ് ചെന്ന് കയറുന്ന ഗ്യാപ്പ്. അതെ, ആ ഭാഗത്ത് കംപ്ലീറ്റ് ബസ്സുകൾ ആ പാലത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെയാണ് വണ്ടി നിർത്തുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് ബസ് ഡേ ഉണ്ട്. അവിടെ നിർത്താതെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോ ഉണ്ട് എനിക്കുണ്ടായത് 1/2 മണിക്കൂറാണ് എന്റെ വണ്ടി ഞാൻ ആ സിഗ്നലിൽ കിടന്നു അവിടെ ബ്ലോക്കിൽ കിട്ടത്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കേണ്ടി വന്നത്. ഓൾറെഡി ഇപ്പോഴും ബ്ലോക്കാണ് ഇവിടെ. അവിടെ കംപ്ലീറ്റ് യാത്രക്കാർ ഇപ്പോഴും വണ്ടികൾ കാത്ത് കിടക്കുവാണ്. അവിടെ നിൽപ്പുണ്ടല്ലോ. ഞങ്ങള് ഏതായാലും നീക്കിക്കോളാം കേട്ടോ. കാരണം അവിടെ കിടക്കുന്ന നിർത്താൻ പറയാ. ഹലോ, അവിടെ കയറാൻ പറ്റുമോ? എന്നാ ബാക്ക് എടുത്തിട്ട് തിങ്ങിപ്പോയി. വേണ്ട ഇനിയിപ്പോ അനക്കാൻ പറ്റില്ല. ഇതിലേക്ക് എത്തി. ഹലോ, അന്ന് ഓണടിച്ച് മാറ്റിയാ വണ്ടി. അന്ന് ഓക്കെയാണ് കേട്ടോ. മാർക്കറ്റ് എത്തി. സാറ് ആ ബ്ലോക്ക് കംപ്ലീറ്റ് ഇല്ലേ, ആ ബ്ലോക്ക് കംപ്ലീറ്റ് ഇതിന്റെ പ്രശ്നം കൊണ്ടാണ്. ഒന്നെങ്കിൽ ആ യാത്രക്കാരോട് കംപ്ലീറ്റ് ബാക്കോട്ട് ഇറങ്ങിക്കാൻ പറയാ, അല്ലെങ്കിൽ ആ പാലത്തിന്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കാൻ പറയാ. അവിടെ ഒരു ബസ് ഡേ ഉണ്ട്. നമ്മളെ മാർക്കറ്റ് എത്തി. ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കാണ്. അപ്പൊ ഞങ്ങള് ചെല്ലണം കേട്ടോ. പേരെന്തായിരുന്നു? എന്റെ പേര് ബോസ്കോ കളമശ്ശേരി. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ, ശരി സാറേ. നമസ്കാരം. നമസ്കാരം. എന്തായിന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ. ഇവിടെ തുരുതുര ഒരെണ്ണമല്ല ടൂറിസ്റ്റ് ബസ്, 5-8 10 അടുപ്പിച്ച്. ഇപ്പൊ അവരൊക്കെ തെരയും പറഞ്ഞ് വെച്ചേക്കാണ് ഇവിടുന്ന്. അവരൊക്കെ അവിടെ നിർത്തിയിട്ട് എടുക്കണ്ട. ശരിയാണ് ഈ പറഞ്ഞത്. അവിടെ വണ്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പോയ വണ്ടികളുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ നാളെ ഞാൻ കളക്ട് ചെയ്യായിരുന്നു. അതെ, ഈ ഇതിന്റെ ഇടയ്ക്ക് കൂടിയാണ് ഈ നടക്കണത്. ഇപ്പൊ ഏകദേശം പറഞ്ഞു വിട്ട്. ഇപ്പൊ 2-3 വണ്ടി അവരെ എടുത്തേക്കണവരുടെ വണ്ടിയുടെ നമ്പറേ വെച്ച് ഫൈൻ കൊടുക്കാനായിട്ട് പറയാം. ഫൈൻ കൊടുക്കണ്ട, നടപടിയാക്കാം നമുക്ക്. ഞാൻ പെറ്റീഷൻ എഴുതി തരാം. എനിക്ക് ആ വണ്ടി നമ്പർ. ഓക്കെ അത് കൊടുത്തോ. എടുത്ത് പോടാ അവിടുന്ന്. ഇത്ര നേരം അല്ല നിർത്താൻ പറ്റില്ല. പാലത്തിന്റെ അപ്പുറത്ത് എടുത്ത് ചെല്ലി. അപ്പുറത്തെ ക്യാപ്പ് ഉണ്ട്, ചെല്ലി. ശരി എന്നാ. ഓക്കെ.